ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഏട്ടൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ തുണികൾ കഴുകാനോ അല്ലെങ്കിൽ അടിച്ചു വാരി തുടയ്ക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് തീർക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ധാരാളം തുണികൾ കഴുകിയിടാനുണ്ടായിരുന്നു, അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്കും വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ടെറസിലേക്ക് കയറൽ നടക്കണ കാര്യമല്ല. അപ്പം അതൊക്കെ ഒന്ന് വേഗം ഒന്ന് തോരിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിങ്ങനെ ഇത്രയും സ്പീഡിൽ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളെടുക്കുന്ന പണികൾ ഇത്രയും സ്പീഡിലൊക്കെ കാണുമ്പോൾ എന്താ സുഖം, നമുക്ക് തന്നെ ഒരു സുഖമാണ്, എനിക്കൊരു സുഖമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇതേപോലെ കാണിക്കുന്നത് കേട്ടോ. എനിക്ക് തുണികളൊക്കെ തോരിയിടുന്നത് കാണാനും, പണ്ട് തുണികളൊക്കെ കഴുകി ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര അതിങ്ങനെ എനിക്ക് അമ്മയാകാൻ വലിയ താല്പര്യമായിരുന്നു. എനിക്ക് അമ്മയാവണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു മനസ്സിൽ. അപ്പോൾ അതേ ഇതിൽ വഴി കൂടെ ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴേ എനിക്കിതൊക്കെ ഭയങ്കര സുഖമായിട്ട് തോന്നുന്നുണ്ട്, ഇങ്ങനെ തുണികളൊക്കെ കഴുകി കൊണ്ടിടുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പം അങ്ങനെ ചേട്ടൻ്റെ മുണ്ടും കുറേ സാധനങ്ങൾ വീട്ടിലിടുന്നതും പുറത്ത് പോകണതും ഒക്കെ ആയിട്ട് ഒന്നിച്ചിട്ടായിട്ട് അങ്ങ് കഴുകി വൃത്തിയാക്കി അങ്ങനെ ഇട്ടു. പിന്നെ ഞങ്ങൾ തുണി കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന സർഫ് ഞാൻ പറഞ്ഞിട്ടില്ലേ, കല്യാണിൻ്റെ സർഫാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കല്യാൺ ബ്രാൻഡിൻ്റെ ആ സർഫാണ്, നല്ല സർഫാണ്. പിന്നെ തുണികൾ പെട്ടെന്നൊന്നും നരയ്ക്കൊന്നുമില്ല. എനിക്ക് ഫീൽ ചെയ്തത് ബാക്കിയുള്ള ഇതൊക്കെ തുണികൾ നരയ്ക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ഷർട്ട് മറിച്ചിടാൻ കാരണം വെച്ചാൽ ഷർട്ട് 2 സൈഡ് മാറി ഇടാം. അപ്പോൾ ചേട്ടൻ കൂടുതൽ ആ ചെക്ക് കളറിൽ ഭാഗമാണ് ഇടാറ്. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ടിട്ടാണ് ഷർട്ടൊക്കെ ഉണക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ തുണികളൊക്കെ തോർത്തും എല്ലാം ഒന്നിച്ച് തന്നെയായിട്ട് കഴുകുക. പിന്നെ എൻ്റെ എല്ലാ തോർത്തുമ്മയും കരിമം കയറും കേട്ടോ. അതൊരു പ്രക്രിയയാണ് എനിക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തുണികൾ കഴുകുന്ന ദിവസം ഞാൻ തോർത്തും കഴുകിയെടുക്കും, അല്ലാതെ എന്നും ഞാൻ തോർത്തൊന്നും കഴുകാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പം ഇനിയിപ്പോൾ ഞാൻ അടിക്കൽ തുടക്കൽ അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടികൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് അമ്മയുടെ അടുത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കയും മുരിങ്ങക്കായും ഒക്കെ പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ടൊക്കെ മറന്നുപോയി. അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി കവറിലാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കുമല്ലോ, അപ്പോൾ ചേട്ടൻ വിളിക്കുമ്പോൾ അതങ്ങ് കൊണ്ടുപോയി കൊടുത്താൽ മതി. എന്നിട്ടാണ് ഞാനിത് ഇടാൻ വന്നത്. എനിക്ക് വീണ്ടും ഒരെണ്ണം കൂടി വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്നാളൊരു ദിവസം മുറിച്ച് കറി വെച്ചത്. പിന്നെ ഇവിടെ ഇതൊക്കെ എൻ്റെ ചേന കൃഷിയാണ്, ഇതെല്ലാം എൻ്റെ ചേന കൃഷികളാണ് കേട്ടോ. മുളക് ഇത് കുറേ വർഷമായി, ഈ മുളകൊക്കെ പോവും, കുറച്ച് വർഷമായി ഇതൊക്കെ ഒന്ന് തുടങ്ങിയിട്ട്. പിന്നെ ഈ ചേമ്പ് എന്താ ചെയ്യണമെന്ന് അറിയില്ല, അത് നിറഞ്ഞു. ചിലപ്പോൾ പറിക്കാതായോ എന്താണെന്ന് അറിയില്ല, എനിക്ക് ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതുമ്മയാണ് ഈ ചേന. ഇതെല്ലാം നമ്മൾ കഷ്ണം കറി വയ്ക്കാൻ വേണ്ടി മേടിക്കുന്ന ചേന. ഞാൻ മൂക്ക് എടുത്തിട്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എത്ര കാലം എന്നൊന്നും അറിയില്ല എനിക്കിത് പറിക്കാനൊക്കെ ആയിട്ട്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പിന്നെ മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട്, വേണ്ടോളം കേടാ. മുരിങ്ങക്കായ വേണ്ടോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉള്ള മുരിങ്ങക്കായൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ ഇത് ടെറസിനയിലേക്ക് ഇങ്ങനെ ചായാറില്ല. ഒരെണ്ണം പൊട്ടിക്കാറായിട്ടുണ്ട്, പൊട്ടിക്കാറായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കാം. നാളെ എങ്ങാനും പരിപ്പും മുരിങ്ങക്കായും മാങ്ങയൊക്കെ കൂടി ഒരു കറിയൊക്കെ വെക്കണമെന്നുണ്ട്. പിന്നെ മൂവാണ്ടന്മയൊക്കെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് കുറച്ചൊക്കെ. നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. ഞാൻ രാവിലെ തന്നെ ഇതൊക്കെ മാവിൽ തളിരില ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ, പൂത്തിട്ടില്ല. എന്താണ് ഈ പ്രാവശ്യം ഈ മാവ് പൂത്തിട്ടില്ല. ധാരാളം മാങ്ങ ഉണ്ടാവണ മാവാണ്. പിന്നെ ഇറ്റിക്കണ്ണിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, കണ്ട സൂര്യൻ. ഇതാണ് ഒരു ഭംഗിയിലെ. എന്താ ഇതൊക്കെ കാണണമെങ്കിൽ നാട്ടിൽ തന്നെ വേണം. സൂര്യോദയം ഇങ്ങനെയൊക്കെ, സൂര്യോദയം അല്ല കേട്ടോ, ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി. അപ്പോഴത്തെയാണ് 10 മണി 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. നല്ല മാവുണ്ട്, ചെറിയ കൊച്ചു മാവ്. എപ്പോഴും ഞാൻ പറയാറില്ലേ, ഇതൊരു കൊച്ചു മാവായിരുന്നു, പിന്നെയാണ് ഇപ്പോൾ ഇത് വലുതായി വന്നതെന്ന് പറയാറില്ലേ, ആ മാവാണ്.
ഇനി അടുത്ത ലക്ഷ്യം മുരിങ്ങക്കായാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് നമ്മൾ തന്നെ കറി വെച്ച് കഴിക്കാം. മുരിങ്ങക്കായ ഒരു 5-10 ഉണ്ടായുള്ളൂ, എങ്കിലും ഉണ്ടായിട്ടുണ്ട്. കുറച്ചും ഇവിടെ ഒരെണ്ണം പൂത്തിട്ടില്ലേ മാവ്, ഇവിടെയൊക്കെ ഇങ്ങനെ പൂത്തുണ്ട്. ഈ കൊമ്പിലും ഇങ്ങനെ പൂത്തുണ്ട്. ടെറസിലേക്ക് നിൽക്കണ കൊമ്പുമ്പോൾ കണ്ണിമാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോഴാണ് കാണുന്നത്. നേരത്തെ ഇവിടെ വന്ന് നിന്നപ്പോൾ കണ്ടില്ല കണ്ണിമാങ്ങ. അങ്ങനെ കണ്ണിമാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളവിടെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് മുകളിലേക്ക് നിൽക്കുന്നില്ലേ, ആ കൊമ്പിലൊക്കെ എന്നിട്ട് ഞങ്ങൾ മുകളിൽ കയറിയിട്ട് അതൊക്കെ പൊട്ടിക്കാറുണ്ട്. തുണികളെല്ലാം തോരയിട്ട് ഇവിടെ ഇങ്ങനെ രസമാക്കി. പിന്നെ ഈ ചെടി എന്താണെന്ന് എപ്പോഴും ഞാൻ അറിയാം. ഇപ്പോൾ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നൊരു എത്തും പിടിയില്ല, പക്ഷെ നല്ലപോലെ പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് എത്തും പിടിയില്ല. എപ്പോഴും ഞാൻ ഇവിടെ കയറുമ്പോൾ പറയാം, ഈ ചെടി എന്താണെന്ന് നിങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ടാവും. പിന്നെ ഇപ്പം ചേനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാൻസ് ഇവിടെ വന്നിട്ട് കമ്പി കനയില്ലാത്ത കമ്പിയായ കാരണം കേട്ടോ ഞാൻ പാൻസ് 2 കൂടി ഇട്ടത്. ഇവിടെ നാളികേരൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളിട്ട് തന്നെ വെട്ടി കളഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ ചക്ക കിട്ടില്ല, മുകളിലൊക്കെ വലുത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇടയിൽ കൂടെ കാണാനില്ല, അല്ല കൊന്നാത്ര കാണാനുള്ള ചക്കയൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട്. ഉണങ്ങി, ഈ ചെടിയൊക്കെ ഉണങ്ങി, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ ഉണങ്ങി. ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു. കനകാമ്പരത്തിൻ്റെ ഭംഗി ഇവിടെ നിന്ന് വേറൊരു ഇത് ഭംഗിയ. എപ്പോഴും പറയണത് തന്നെയാണ്, പക്ഷെ ഇപ്പോഴും നമ്മളിവിടെ വരുമ്പോൾ വിഷമങ്ങൾ. അപ്പോഴേക്കും ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ വേഗം ഗേറ്റ് തുറക്കാൻ നോക്കിയിട്ട് ഇത് എണ്ണ കുറച്ച് കുറവായതുകൊണ്ട് എന്താണെന്നറിയില്ല. അപ്പം കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം. അപ്പോൾ അതെടുത്തിട്ട് എന്നോട് റോട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് റോട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ ഇവിടെ വെച്ചിട്ട് അത് ആ ചേട്ടൻ വരുന്നത് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തത് വണ്ടി അങ്ങോട്ട് നീക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ലോങ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ ഏട്ടനെ കൂടിയും കാണാം, വണ്ടിയിലേക്ക് കയറ്റണതൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ കുറേ അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റും. അബദ്ധങ്ങൾ വേണ്ടോളം പറ്റാറുണ്ട്, എന്നും അബദ്ധം തന്നെയാണ്. അപ്പം ഒരു അമ്മയ്ക്ക് പിന്നെ ചക്കയും മുരിങ്ങക്കായി ഇതൊക്കെ ആയിട്ട് ഇടിച്ചക്കയാണ് കിടിയ എന്തൊക്കെ ഒരു ചെറിയ ചക്ക താഴ്ത്തുണ്ടായിരുന്നു. അതെടുത്തിട്ട് കൊടുത്തതാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നേ കേട്ടോ. അപ്പോൾ അത് എന്ന് വെച്ചാൽ കുറേ നേരം എന്നെ ഇവിടെ കാണണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ടാക്കിയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വരുന്ന ഭാഗം എടുത്തിട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഇടാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.